ഏത് സെക്ഷൻ പ്രകാരമാണ് വിഷ്ണുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്? അത് പറയണം മിസ്റ്റർ. തന്റെ കക്ഷിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പ് എന്താണെന്ന് അറിയാൻ ഒരു അഡ്വക്കേറ്റിന് അവകാശമുണ്ട്. ഏതോ പോലീസിന് നാണം കെടുത്താതോ. സെക്ഷൻ 24A and 24B എന്താ പോരെ? അത് ബെയിലബിൾ ആണല്ലോ, ജാമ്യം കിട്ടാവുന്ന വകുപ്പ്. വിടാൻ സൗകര്യമില്ലെന്ന് പറയണം. സർക്കാർ വണ്ടിയിൽ എണ്ണയടിച്ച് സത്യഭാമയുടെ വീട് വരെ വന്ന് ഇവരെ അവിടുന്ന് പൊക്കിക്കൊണ്ട് പോരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തലയ്ക്ക് ഓണമായതുകൊണ്ടല്ല. എടോ, ആരെങ്കിലും വന്ന് വിളിച്ച ഉടനെ സ്കൂൾ ബാഗ് കൊടുത്ത് ഇറക്കി വിടാനേ ഇത് കുടിപ്പള്ളിക്കൂടോ അല്ല. ഞങ്ങൾക്ക് പല കാര്യങ്ങളും പ്രതിയോട് വിശദമായിട്ട് ചോദിച്ചറിയാനുണ്ട്. എന്താ പോരെ? അർജുൻ, നമുക്ക് കോടതിന്ന്. സത്യാമ്മ ഇന്ന് കോടതിയില്ല. സത്യഭാമേ, കോടതിയൊന്നുമില്ല. അർജുൻ വക്കീൽ പറഞ്ഞാ ശരി, കോടതി അവധിയാ. ഒന്നല്ല 2 ദിവസം. ഇന്ന് ഞായർ, നാളെ പെരുന്നാളിന്റെ അവധി. ഇത്രയും കാര്യങ്ങൾ മുന്നിൽ കണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ വേണ്ടിയിട്ടാണോ? വക്കീൽ സാമാന്യ ബുദ്ധിക്കുന്ന ആലോചിച്ച് നോക്കിയേ. സത്യാമ്മ, നമുക്കിറങ്ങാം. വേറെന്തെങ്കിലും വഴി നോക്കാം. വേറെ വഴിയൊന്നുമില്ല സത്യഭാമേ. ഉള്ളത് ഈ ഒരൊറ്റ വഴിയാ. അവിടെ ആണെങ്കിൽ ചന്ദ്രബോസ് ആപ്പും വെച്ചിരിക്കുക. അല്ല, നിങ്ങളൊരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, വെമ്പായ ഷൺമുഖദാസോ കാർത്തികേയനോ. അയാളപ്പം ജീവിച്ചിരിപ്പുണ്ടേ. സത്യമേ, വാ. ഹലോ, അങ്ങനെ അങ്ങ് പോവാൻ വരട്ട് വയ്ക്കില്ലേ? ഇതുവരെ കാറിന് എണ്ണയടിച്ച് വന്ന സ്ഥിതിക്ക് തിരിച്ചു പോകുമ്പോ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തന്നുവിടണ്ടേ? ഒരവസ്മരണീയമായ മുഹൂർത്തമായാലോ. അവനെ കൂടെ നീക്കിയെടുത്ത് ഇങ്ങോട്ട് നീങ്ങിക്കടാ. നിന്നോടാ പറഞ്ഞ നീങ്ങി നിൽക്കാൻ. വാടാ ഇങ്ങോട്ട്. പറഞ്ഞനുസരിക്കാൻ ബുദ്ധിമുട്ടല്ല. അടങ്ങി നിന്നോണം. വിഷ്ണു, എന്തുവാണോ നിങ്ങൾ കാണിക്കുന്നത്? വിഷ്ണു, വിഷ്ണു, അങ്ങോട്ട് പോകണം. പോലീസിനോടാണോ കോപ്പ നിന്റെ കളി? സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കി മാത്രം മതി. ഈ 3 പായെ കെട്ടിപ്പൊതിഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് എടുക്കൂ. മുകളിലുള്ള എല്ലാ എമ്മന്മാരോടും അതിനുള്ള സമാധാനം പറഞ്ഞിട്ടാണ് ചന്ദ്രബോസ് ഇവിടെ നിൽക്കുന്നത്. നിനക്ക് ചന്ദ്രബോസിനെ അടിക്കണം, അല്ലടാ? യൂണിഫോമിൽ നിൽക്കുന്ന പോലീസുകാരനെ പോലീസുകാരെ ബഹുമാനിക്കാൻ നിന്നെ ഞാൻ പഠിപ്പിച്ചാണോ? മോനെ, ഓഫീസർ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഒന്ന് പിടയ്ക്കാതെ നിൽക്കണോ? കഴിഞ്ഞു. ഇവരെ തൂക്കിയെടുത്ത് സെല്ലിയറോ? വാടാ ഇങ്ങോട്ട്. ചന്ദ്രബോസ്, ഇങ്ങോട്ട് വാടാ. നടക്കടാ, നടക്കടാ അങ്ങോട്ട്. അങ്ങോട്ട് കയറാ. കൂടോ. പോലീസിന്റെ അല്ല, KSCB കാക്കി ഉണ്ടാലും മുട്ടടിക്കണോ ഇനി ഇവന്?
സത്യഭാമ പേടിച്ചു പോയോ? അതെ, എന്റെ തലയ്ക്ക് നേരെ തോക്കു ചൂണ്ടിയപ്പോ ഞാൻ പേടിച്ചില്ല ചന്ദ്രബോസെ. പക്ഷേ എന്റെ മകന്റെ ദേഹത്ത് നീ കൈവച്ചപ്പോ ഞാൻ ശരിക്കും പേടിച്ചു. അതാണ് അതാണ് പേടിച്ചത് എന്റെ മകനെ ഓർത്തല്ല ചന്ദ്രബോസെ, നിന്നെയും നിന്റെ ഈ പോലീസുകാരെ ഓർത്താടാ. വിഷ്ണു നിങ്ങൾക്ക് വിധിക്കാൻ പോകുന്ന ശിക്ഷ ഓർത്താ. സത്യഭാമയ്ക്ക് പിന്നെ ഡയലോഗിനൊന്നും പഞ്ഞുണ്ടാവില്ലല്ലോ. കാലം മാറി സത്യഭാമേ. രാജഭരണവും മാടമ്പിത്തരമൊന്നും ഇനി ഇവിടെ ചെലവാവില്ല. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല. അത് നായ തനിയെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നാട്ടുകാർ സംഘടിച്ച് പേപ്പട്ടിയാന്നും പറഞ്ഞ് തല്ലിക്കൊല്ലും. ദേ ആ സൈസ് ഒരെണ്ണോ ദേ അവിടെ അകത്ത് കിടക്കുന്നത്. ചന്ദ്രബോസെ, ഇതിന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ഓ പറഞ്ഞോളാം വക്കീലെ. ഇവിടെ തൊട്ട പൊള്ളുന്ന ഏമാമാരാണെങ്കിലും മുകളിലുണ്ടോന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടാ ചന്ദ്രബോസ് കളിക്കാൻ ഇറങ്ങിയതേ. ഇതെന്റെ ഒരു വാശിയായിരുന്നു സത്യഭാമേ. ഒരു മന്ത്രിയും കൊണ്ടുവന്ന് നിങ്ങൾ ഇവനെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞേ? നിങ്ങളുടെ മകന്റെ നേരത്ത് ഒരു നുള്ളു പൂഴി വീഴാൻ സമ്മതിക്കത്തില്ലെന്നോ? അങ്ങനെ ഉണ്ടായ നിങ്ങൾ എന്നെ ഭൂമിയിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കളയുന്നു. നിങ്ങളെ മുമ്പിൽ വെച്ചാൽ ഇവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കൊണ്ടെന്ന് ഞാൻ അന്നേ മനസ്സിൽ വിചാരിച്ചതാ. എന്റെ ലോക്കപ്പിൽ എന്റെ കസ്റ്റഡിയിൽ അവനിപ്പോ വേണമെന്ന് വെച്ചാൽ ഒരു നുള്ളല്ല, ഒരു ലോഡ് പൂഴി കൊണ്ട് അവനെ പുറത്ത് ഞാൻ തട്ടും. നിങ്ങൾ എന്നെ ഷേവ് ചെയ്ത് കളയൂ. മൈൻഡ് യുവർ വേർഡ്സ് ഓഫീസർ. പോലീസുകാരെന്നാവില്ലേ ഇത്രയും നേരം ഭാഷയൊക്കെ വരുവെക്കല്ലേ? അത് ഏത് കോടതി പഠിപ്പിക്കാൻ വന്നാലും. ഈ സ്റ്റേഷന്റെ പടി ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എനിക്കെതിരെയുള്ള ആയുധങ്ങൾ സ്വരുക്കൂട്ടി കോടതിയിലേക്ക് പായുമെന്ന് എനിക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാൻ വക്കീലേ. ആ കൂട്ടത്തിൽ ഒരു കേസ് കൂടെ ആയാലും അധികം ആവില്ലടോ. പക്ഷേ ഇപ്പൊ ഇവിടെ നടന്നതിന്റെ തിരക്കഥയൊക്കെ നേരത്തെ തന്നെ റെഡിയാ. സ്റ്റേഷൻ ആക്രമണം, പോലീസ് സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂണിഫോം അണിഞ്ഞ പോലീസുകാർക്ക് നേരെ കയ്യേറ്റം നടത്തുക, സ്ഥലവും കഥാപാത്രവും ഒക്കെ എഴുതി ചേർത്ത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എഴുതി. ഇനിയേ സമയം കൂടി ചേർത്താൽ മതി. സമയം കൃത്യമായിട്ട് ഓർത്തു വെച്ചോ. ഓ ഇവിടുന്ന് അങ്ങോട്ട് നിന്റെ നാശത്തിന്റെ സമയോ. ഈ നിമിഷം ഓർത്ത് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നീ ഖേദിക്കും. ഓ ആയിക്കോട്ടെ. വാ അർജുൻ. ഇപ്പോ ഉണ്ടാക്കും. ആശാനെ അയാൾ വിട്ടില്ലല്ലേ? ഇനി എന്ത് ചെയ്യാനാ സാറിന്റെ പ്ലാൻ? അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നൊരു നിയമം ഉണ്ടല്ലോ. അതിനെ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് നിർബന്ധമുണ്ടോ സാറേ? പോലീസിന് കസ്റ്റഡിയിൽ വെക്കാനും പിഴിയാനും ഒക്കെ എന്തെല്ലാം വഴികളുണ്ടെന്ന് സാറിന് അറിയാമല്ലോ. എന്തായാലും ആശാനെ ഇവര് ഉടനെ ഒന്നും മജിസ്ട്രേറ്റിന്റെ മുന്നിലൊന്നും എത്തിക്കാനൊന്നും പോകുന്നില്ല. അതിനല്ലേ കോടതി അവധിയുള്ള ദിവസം നോക്കി കസ്റ്റഡിയിലെടുത്തത്. എൻ്റെ ചെറിയ ബുദ്ധിയിൽ ഒരു കാര്യം തോന്നുന്നുണ്ട് വക്കീൽ സാറേ.
കളക്ടറല്ലേ സത്യാമ്മയുടെ തോക്കിന്റെ ലൈസൻസ് റദ്ദാക്കിയത്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും കളക്ടർ വിചാരിച്ച റദ്ദാക്കിയ ലൈസൻസ് വീണ്ടും അനുവദിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ലൈസൻസ് ഇല്ലാത്ത ആയുധം സൂക്ഷിച്ചെന്നുള്ളൊരു കേസ് കിടക്കൂലേ? കളക്ടർ വിചാരിച്ച അതിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറ്റും. സത്യാമ്മയല്ലേ ചെയ്യുന്നത്. അർജുൻ വാ. ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ. ശരി. അല്ല, ഇനി നമ്മൾ എങ്ങോട്ടാ? കളക്ടറേറ്റിലേക്ക്. ഇനിയും കുറച്ച് സമയം കൂടി എടുക്കുമോ? കൊഞ്ചം ടൈം സർ. കളക്ടർ മാഡം മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ഒരു ഓൺലൈൻ മീറ്റിംഗിലാ. സാറിന് ഒരു കുറവും വരാതെ നോക്കാൻ പറഞ്ഞു. കുട്ടി? ഞാൻ കളക്ടറുടെ പേഴ്സണൽ അസിസ്റ്റന്റ് തേൻമൊഴി. കുട്ടിക്ക് എങ്ങനെയാ മലയാളമൊക്കെ? ഞാൻ അതിർത്തി ഗ്രാമത്തിൽ നിന്നാണ് സർ. മലയാളവും പറയും തമിഴും പറയും. സർ, കളക്ടർ മാഡത്തിന്റെ ആരാന്നാ പറഞ്ഞേ? ഞാൻ അയാളുടെ മാഷായിരുന്നു. ഓ, വാദ്യാരോ? അതെ അതെ. കുറുപ്പ് സാറേ. മോളെ, അയ്യോ മോളെ, മോളെ പോലെ വലിയൊരാള്. വലിയ ആളോ? ഞാൻ ഇപ്പോഴും ചെറിയ ആള് തന്നെയാ. ശാരദാമ്മയുടെ കൈവിരൽ തുമ്പ പിടിച്ച് ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു തരുന്ന ഗുരുനാഥനെ അത്ഭുതത്തോടെ നോക്കി നിന്ന് ആ 5 വയസ്സുകാരി. സന്തോഷമായി മോളെ. കുറുപ്പിനും ചന്ദ്രമണിക്കും മക്കളെല്ലാം ഇനി ആരും പരിഹസിക്കില്ലല്ലോ. ഉള്ള മക്കളെല്ലാം വലിയ നിലയിലല്ലേ? ആ കൂട്ടത്തിൽ ഏറ്റവും ഉയരത്തിൽ നീയും. സാർ ഇരിക്കണം. സാർ ഇവിടെ പറഞ്ഞാൽ അത് വലിയൊരു കഥ തന്നെയാണ്. എൻ്റെ ഒരു പഴയ ശിഷ്യനുണ്ട്, ഫോറസ്റ്റിൽ റേഞ്ചറാ, വിദ്യാധരൻ എന്ന് പറയും. അവൻ്റെ മകളുടെ കല്യാണത്തിന് വരണമെന്ന് ഒരേ നിർബന്ധം. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് റോഡിലൂടെ പോകുമ്പോൾ മതിലുകൾ നിറയെ മോളുടെ പടം വെച്ച പോസ്റ്ററുകൾ. അതൊക്കെ തമിഴിലായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പിന്നെ തമിഴ് അറിയാവുന്ന ഒരാളെ കൊണ്ട് വായിച്ച് കേട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. വർഷങ്ങളായി വരണ്ടുണങ്ങിക്കിടക്കുന്ന ചക്കരക്കുടിയിൽ കുടിവെള്ളം എത്തിച്ച മധുര ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന് അനുമോദനങ്ങൾ. ചക്കരക്കുടിക്കാരുടെ മനസ്സല്ല നിറഞ്ഞത്, ഈ കുറുപ്പ് സാറിന്റെ കണ്ണാ മോളെ നിറഞ്ഞത്. പാവങ്ങളെ മറന്നില്ലല്ലോ നീയെ. അവിടെ കുറച്ച് പാവങ്ങളുണ്ട് കുറുപ്പ് സാറേ. സർക്കാരിന്റെ ഔദാര്യത്തിനും സൗജന്യത്തിനും ഒക്കെ കാത്തു കെട്ടിക്കിടക്കേണ്ടി വരുന്ന പട്ടിണി പാവങ്ങള്. ഈ കാലത്തിനിടെ അങ്ങോട്ടാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മനസ്സിലായി. ഒന്നും കാണാതെ മോളൊന്നും ചെയ്യില്ലല്ലോ. കഴിക്കാൻ മാഡം, സാറിന് എന്താ കഴിക്കാൻ? അയ്യോ, ഒന്നും വേണ്ട മോളെ. സദ്യ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുക. കാത്തിരുന്ന് മുഷിഞ്ഞപ്പോ കുറച്ച് കശുവണ്ടി പരിപ്പൊക്കെ കഴിച്ചെന്നേ ഉള്ളൂ. യാദൃച്ഛികമാണല്ലോ ഈ കൂടിക്കാഴ്ച. ഒരുതരം വനവാസമായിരുന്നല്ലോ. എന്നെങ്കിലും നേരിൽ കാണാമെന്ന പ്രതീക്ഷയുടെ ഒരു തിരുനാളം ഉണ്ടായിരുന്നു മനസ്സിൽ. അതും സാധിച്ചല്ലോ. എങ്കിലും നേരിൽ കാണുമ്പോൾ ചോദിക്കാൻ കാത്തുവെച്ചൊരു ചോദ്യമുണ്ട് മനസ്സിനുള്ളിൽ. എന്തിനു വേണ്ടിയായിരുന്നു ഈ ഒളിച്ചോട്ടം? ദൈവത്തെ പറ്റിക്കാൻ. നാട് വിട്ടതോടെ ഇതുവരെയുള്ള ജീവിതം നമുക്ക് മറക്കാം.
ഒന്നേന്ന് തുടങ്ങാം. ദൈവം മനുഷ്യന് ഒരു ജീവിതമേ തന്നിട്ടുള്ളൂ. ഒരു തരത്തിൽ ഭാഗ്യവും മറ്റൊരു തരത്തിൽ ദൗർഭാഗ്യവുമാണത്. ദൈവം തന്നൊരു ജീവിതം നമ്മൾ പകുതിക്ക് വെച്ച് മുറിച്ച് ആദ്യം മുതലേ ജീവിക്കാൻ തുടങ്ങുന്നു. അതാ പറഞ്ഞത്, ദൈവത്തെ പറ്റിക്കാനാണെന്ന്. ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ ചോദിക്കുക. എന്തിനായിരുന്നു? പണ്ട് കുറുപ്പ് സാറ് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തി കഴിയുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വലിയൊരു ചോദ്യത്തിലായിരിക്കുമെന്ന്. ആ ചോദ്യത്തിനാണെങ്കിൽ ഉത്തരവും ഉണ്ടാവില്ല. ശരി, അതങ്ങനെ നിൽക്കട്ടെ. കഴിഞ്ഞതെല്ലാം മറന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാലും ചിലതൊക്കെ ഓർമ്മിപ്പിക്കാതെ നിവർത്തിയില്ല മോളെ. പഴയ പ്രതാപമൊന്നും ഇപ്പൊ സത്യഭാമയ്ക്കില്ല. 4 ചുറ്റും നിന്നും വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുക ശത്രുക്കള്. മാഡം, എമർജൻസി ഫയലാണ് മാഡം. ഓക്കെ മാഡം. ഞാൻ പറഞ്ഞു വന്നത്, കുറുപ്പ് സാറ് പറയാൻ പോകുന്നതിന്റെ ഉള്ളടക്കം എനിക്ക് ഊഹിക്കാൻ സാധിക്കും. സാഹചര്യങ്ങളുമായി ഏറ്റവും അധികം എളുപ്പം പൊരുത്തപ്പെടാൻ സാധിക്കുന്ന ജീവി മനുഷ്യനാണെന്നാ എൻ്റെ അറിവ്. ഓരോരുത്തർക്കും വാഴാനും വീഴാനും ഓരോ കാലങ്ങളുണ്ടാവും. രണ്ടായാലും അതുമായി പൊരുത്തപ്പെടേണ്ടി വരും. കഥാപാത്രങ്ങൾ മാറുന്നതിനനുസരിച്ച് കഥയും മാറും. അത് ദൈവനിയോഗമാണ്. എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ജീവിക്കാനുള്ള കഥ ദൈവം നേരത്തെ എഴുതി വച്ചിട്ടുണ്ടെന്നാ. അത് മാറ്റാനും തിരുത്താനും ഒക്കെ കരുതുന്ന നമ്മളൊക്കെ വെറും വിഡ്ഢികളാ. പുതിയൊരു സാഹചര്യത്തിലോ സ്ഥലത്തോ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്കാദ്യം അസ്വസ്ഥത അനുഭവപ്പെടുക. കുറച്ചു കാലം അതുമായി പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മളിവിടെ നേരത്തെ വന്നെത്തേണ്ടതായിരുന്നു എന്ന്, നമ്മളെ ഇവിടെയായിരുന്നു ആവശ്യമെന്ന്. കുറുപ്പ് സാറ്, എനിക്കിപ്പോൾ തോന്നുന്നത് ഇവിടെയാണ് എന്നെ ഇപ്പോൾ ആവശ്യമെന്ന്. മോളെ, മാഡം മീറ്റിംഗ് മിനിസ്റ്റർ. ഗിവ് മീ 5 minutes. മാഡം മിനിസ്റ്റർ വെയിറ്റിംഗിലാണ്. എന്നാ ഞാൻ ഇറങ്ങാം മോളെ. അയ്യോ, സാറ് തിരക്കിട്ട് പോവൊന്നും വേണ്ട. മീറ്റിംഗിൽ വേറെ ആൾക്കാരുണ്ട്, അവരത് തുടങ്ങി വെച്ചോളും. എന്നാലും മിനിസ്റ്ററെ ഒന്നും വെയിറ്റ് ചെയ്യിക്കണ്ട മോളെ. അവരുടെ സമയത്തിനൊക്കെ വിലയുള്ളതല്ലേ. എനിക്കാണെങ്കിൽ പുതിയ കാര്യങ്ങളൊന്നും പറയാനുമില്ല. അതിപ്പോ കുറുപ്പ് സാർ ഇവിടെ വരെ വന്നിട്ട് പെട്ടെന്നിങ്ങനെ. ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ലല്ലോ, മുൻകൂട്ടി അറിയിക്കാനും പറ്റിയില്ല. പിന്നെ മോളുടെ സമയത്തിനും വിലയുണ്ട്. മോള് പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് പേർക്ക് മോളെ ആവശ്യമുണ്ട്. അന്ന് ശാരദാമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചു നിന്ന 5 വയസ്സുകാരിയല്ലല്ലോ മോളിപ്പോ. ഒരുപാട് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു തന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ മോള് പഠിച്ചു. എന്നാ ഞാനങ്ങോട്ട്. സർ, കാറിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ശീലമില്ലല്ലോ. നടക്കാൻ പറ്റുന്ന കാലത്തല്ലേ നടക്കാൻ പറ്റൂ. കിടപ്പിലായി കഴിഞ്ഞാൽ ആളും ആരും ഒന്നും ഉണ്ടാവില്ലല്ലോ. മോളെ, ദൈവത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. പക്ഷേ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെയാണോ അതോ സ്വന്തം മനസാക്ഷിയാണോ എന്ന് നേരം കിട്ടുമ്പോൾ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കണം.